അസ്സലാമു അലൈക്കും. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോ പുതിയതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാനിത് രാത്രി വന്നിക്കണമെന്നല്ലേ, ഉമ്മയും ഉപ്പയും കോഴിക്കോട് പോയപ്പോൾ നല്ല കടുക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കടുക്ക കല്ലുമ്മക്കായ അപ്പോൾ എന്തായാലും നേരെ വൈകി രാത്രിയില്ലേ, അപ്പോൾ പിന്നെ നാളൊക്കെ അത് അങ്ങനെ എടുത്തേക്കാൻ പറ്റില്ല, കേടുവരും. അപ്പം ഉമ്മ പറഞ്ഞു നമുക്കിത് വേവിച്ചിട്ട് ഇങ്ങനെ അത് കൊണ്ടുവന്ന് നല്ല വൃത്തി കഴുകി നമ്മളൊരു ചെമ്പട്ടിയിൽ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇറക്കി വെച്ച്. അപ്പോൾ ഇപ്പം തന്നെ ഉരിച്ചിട്ട് നമുക്കിത് ഞാനും ഉമ്മയ്ക്കും കൂടിയാണ് ഇത് ഉരിച്ചെടുത്തത്. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയിട്ടാണ്, ഉള്ളി നല്ല ചൂടല്ല, അപ്പോൾ പുറത്ത് പോയി കാറ്റൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞ് ഇത് പുഴുങ്ങി കഴിഞ്ഞാൽ നല്ല മണമാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതിൻ്റെ മണം. ഇതിങ്ങനെ തിന്നാനൊക്കെ പറ്റും, പക്ഷെ അത് പച്ചക്കല്ല ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ വയറുവേദന. എത്രയാണ് കിട്ടിയത്? തോട് കുറേ ഉണ്ട്, ഒരിച്ചത് ഇത്രയും. ഞാനും ഒരിച്ച് ഉമ്മാൻ്റെ കയ്യിൽ കൊടുക്കും. എനിക്കിതിൻ്റെ ചളിയൊന്നും കളയണം അറിയില്ല, അപ്പോൾ ഉമ്മ ഞാൻ അത് ഒരിച്ച് കൊടുക്കും, ഉമ്മ ചളിയെല്ലാം കളയും. ഒരു കറക്റ്റ് കുറേ നേരം. പിന്നെ ഇനിയിപ്പോൾ ഇന്നാക്കാൻ നേരില്ല, അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് നാളെ ഉച്ചക്ക് ഞങ്ങളത് ഫ്രൈ. പിന്നെ അത് ഉച്ചയായപ്പോൾ കല്ലുമ്മക്കായ അത് ഫ്രൈ ആക്കാൻ. അപ്പോൾ ഉള്ളിയല്ലേ നമ്മൾ നടുപ്പത്താണ് ഇത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു, ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം ഉള്ളിയൊക്കെ ഇട്ടെടുത്ത് നല്ലോണം വാട്ടി, പിന്നെ ഉപ്പ് ഇട്ടെടുത്ത് അങ്ങനെ നല്ലോണം വാട്ടി ബ്രൗൺ കളർ പച്ചമുളക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള കല്ലുമ്മക്കായ അത് നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട്. അതിട്ട് വാട്ടി എടുത്തിട്ട് അപ്പോൾ അടിയിൽ ഇത് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചാൽ നല്ലോണം ആ വെള്ളമൊക്കെ നല്ല മസാലപ്പൊടികളൊക്കെ ഇടണം കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ ഞാൻ മുളകും പൊടി മാത്രമാണ് വേടിയെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ടെടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ, ഒരു 5 മിനിറ്റ്. എന്നിട്ട് തുറന്ന് നോക്കിയാൽ ഇങ്ങനെ ഒരു അടിയിൽ ഇങ്ങനെ വറ്റിച്ച പൊടി കുറച്ച് പോരാ, അപ്പോൾ കുറച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ കറിവേപ്പിൻ്റെ മല്ലിയില ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. നല്ല അടിയിൽ ഇങ്ങനെ നല്ല വറ്റിച്ച മാതിരിയാണ് എടുക്കുന്നത്. ഞാനിവിടെ ആദ്യം തന്നെ കല്ലുമ്മക്കായ കുറച്ച് വേവിച്ചതുകൊണ്ട് പിന്നെ അത്ര കറിവേപ്പിൻ്റെ മല്ലിയില ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ ലുക്ക് തന്നെ മാറി. നല്ല രസമില്ലേ കാണാൻ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല രസം മാത്രമല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു. ചോറ് തന്നെ വീഡിയോ മാത്രം എടുക്കാൻ പറഞ്ഞു, ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.